ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ല, ചോറും കറിയൊന്നും വെച്ചിട്ടില്ല, കഞ്ഞിയാണ് വെച്ചത് കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയും പപ്പടമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് ഒരു ചോറും കഴിക്കാനൊരു മോഹം കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഉള്ളികൾ എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളിയുടെ തോലൊക്കെ കറിവേപ്പിൻ്റെ മുട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായി വെള്ളം ഒഴിച്ച് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ ചിക്കനൊക്കെ വെള്ളം ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത ഉള്ളികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് നമുക്ക് സവാളയും ചുവന്നുള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉച്ചയ്ക്ക് നമുക്ക് സമയമില്ലാത്ത ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നത് കൊണ്ടാണ് നമുക്ക് കറിയും ചോറും ഒന്നും വെക്കാൻ പറ്റാത്തത്. നമുക്ക് വൈകുന്നേരം ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് പിന്നെ ഞാൻ കിച്ചണിലൊന്നും കയറിയില്ല കേട്ടോ. ഞാനിവിടെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമുക്കിനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ചതച്ചെടുക്കുന്ന ഇവിടെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്നതിനെക്കാട്ടി മിക്സിയുടെ ജാറിൽ പെട്ടെന്നൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് 2-3 പച്ചമുളകും കൂടി ചേർത്ത് വലിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, സ്പൈസസ് എല്ലാം ചേർത്ത് വലിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച ഉള്ളികൾ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് നടുവേ കീറി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല തൊണ്ടവേദന ഉള്ളതുകൊണ്ട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടേ. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളിയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമാണ്. നമ്മൾ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കല്ലിൽ ചതയ്ക്കുന്നതിനെക്കാട്ടി ഒന്ന് അങ്ങ് ഒരുപാട് ചതഞ്ഞൊന്നും പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഞാനിവിടെ നന്നായി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറി വയ്ക്കാൻ ഒരുപാട് വലിയ പീസ് വേണ്ട. ഇത് വെട്ടിയപ്പോഴത്തേക്ക് വലിയ പീസായിപ്പോയി കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിൽ അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളിയായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ എണ്ണയിലൊന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനൊക്കെ ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അരപ്പൊക്കെ എത്തുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അരപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ചോറിന് വേണ്ടിയാണ് ഞാനിവിടെ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ചോറ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു ഗ്രേവി വേണം. അതുകൊണ്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറി വേണം കേട്ടോ, അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ 2 ഫിസിൽ വന്ന് ഞാൻ അതിൻ്റെ ഫിസിലൊക്കെ മാറ്റി ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട്. മോൻ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നത്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വിളമ്പി അവനിക്ക് കൊടുക്കാനായിട്ട് ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. മോന് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടി ചിക്കൻ കറി ഒന്ന് വറ്റിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലോട്ട് കോരിയെടുക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ടേ. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചിട്ടൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു. നമ്മൾ ചോറ് കഴിച്ചെങ്കിൽ മാത്രമേ ഒരു ഇതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ലഞ്ചല്ല നമ്മൾ കഴിക്കുന്നത്, വൈകുന്നേരത്തുള്ള ആഹാരമാണ് കഴിക്കുന്നത് കേട്ടോ. നമുക്ക് ചിക്കൻ കറിയൊക്കെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് വറ്റിക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാമേ. നല്ല പപ്പടവും ചമ്മന്തിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചോറ് കഴിക്കാം. പ്ലീസ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.